അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നിസ്കാരത്തിന് ശേഷം ഓരോ ദിക്റുകളുണ്ടല്ലോ, അപ്പം അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതും എല്ലാവരും ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സുന്നത്താണല്ലോ ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതുന്നത് പതിവാക്കിയാൽ പിന്നെ മരണത്തിൻ്റെ സമയത്ത് റൂഹ് പിടിക്കുന്നത് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നത്. അത് ഉള്ളത് തന്നെയാണോ? അതങ്ങനെ ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ വിഷയമാണത്. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലിപ്പറയേണ്ട ദിക്റുകൾ, പ്രാർത്ഥനകൾ ധാരാളമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിപ്രധാനമായൊരു സുന്നത്തായൊരു കാര്യമാണ് ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. ഒരുപാട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണെന്ന് മാത്രമല്ല, അതിനൊക്കെ ഒരുപാട് നേട്ടഗുണങ്ങളും ഉണ്ട്. അത് വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകളും ഉണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന അതിപ്രധാനമായൊരു ഹദീസ് തന്നെയാണ്, അങ്ങനെ ഒരാൾ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും, നിർബന്ധമാകും, മരണമില്ലാത്തൊരു കാര്യവും അതിനെ തൊട്ട് അവനെ തടയില്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസുകളൊക്കെയാണ്. എന്നാൽ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ദായിമായിക്കൊണ്ട് ഒരാൾ ഇങ്ങനെ ആയത്തുൽ കുർസി ഓതി പോരുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ റൂഹ് നേരിട്ട് അല്ലാഹു തആല പിടിക്കുമെന്ന് പറയുന്ന ആ ഒരു ആശയം ഇങ്ങനെ ഇമാമിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഹദീസ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ, അതുപോലെ തന്നെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസി 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇങ്ങനെ പാരായണം ചെയ്തു പോരുകയാണെന്നെങ്കിൽ ധാരാളം നേട്ടഗുണങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ നേരിട്ട് അല്ലാഹു തആല റൂഹിനെ പിടിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണന, അല്ലാഹു തആല ഒരുപാട് നേട്ടഗുണങ്ങൾ അതുകൊണ്ട് കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ ആശയം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ബുഖാരി വിശദീകരിച്ചു കൊടുത്ത് ഇർഷാദു സ്വാരിയിൽ അത് പറയുന്നുണ്ട്. അതായത് ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, കിതാബു സിയാമിൽ, നോമ്പിൻ്റെ അധ്യായം നോക്കിയാൽ നോമ്പിൻ്റെ പ്രതിഫലം, ആ പ്രതിഫലം ഞാനാണ് നേരിട്ട് കൊടുക്കുക എന്ന് അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ ഹദീസ് വിശദീകരിക്കുന്നുണ്ടല്ലോ സ്വഹീഹുൽ ബുഖാരിയിലും. സ്വഹീഹുൽ ബുഖാരിയുടെ കിതാബു സോമിൽ നോക്കിയാൽ കാണും. 1904 ഹദീസ് നോക്കിയാൽ അവിടെ കാണുന്നുണ്ട്. അവിടെ നോമ്പിനെ പറ്റി പറഞ്ഞു, ആദം സന്തതികളുടെ ആരാധനകൾ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഫ ഇന്നഹുലി, നോമ്പിനെ പറ്റി പറഞ്ഞു, ഫ ഇന്നഹുലി വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന്റെ പ്രതിഫലം ഞാനാണ് കൊടുക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് ആ സംഭവങ്ങളൊക്കെ. അപ്പം നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് പറയുമ്പം എല്ലാത്തിൻ്റെയും പ്രതിഫലം അള്ളാഹു അല്ലേ കൊടുക്കുന്നത്. അപ്പം നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് പറയുമ്പം ആ ഒരു നോമ്പിന്റെ പ്രാധാന്യം എത്രയാണ്, അത് അല്ലാഹു തആല നേരിട്ട് ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പം അതൊരു വലിയൊരു സംഭവമാണെന്ന് അറിയിക്കാനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു ഹദീസ് വിശദീകരിച്ചു കൊടുത്ത് മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ഇർഷാദു സ്വാരിയുടെ 4-ാം വാള്യം ഇവിടെയാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ 18-ാമത്തെ പേജിൽ കണ്ടോ, വല്ലാഹു തആല ഇദാ തവല്ല ശൈഅൻ ബിനഫ്സിഹി ദല്ല അലാ ഇളമി ദാലിക ശൈഅ, അല്ലാഹു തആല ഒരു കാര്യത്തെ നേരിട്ട് ഏറ്റെടുത്തു, നഫ്സ് കൊണ്ട് നേരിട്ട് ഏറ്റെടുത്തു എന്ന് പറയാണ് എന്നുണ്ടെങ്കിൽ ദല്ല അലാ ഇളമി ദാലിക ശൈഅ, ആ വസ്തു ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അത് വലിയൊരു സംഭവം തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു ഏതുപോലെ കമാ റുവിയ അന്ന മൻ അദ്മന ഖിറാഅത്ത് ആയത്തുൽ കുർസി അഖിബ കുല്ലി സലാത്തിൻ ഫഇന്നഹു ലാ യതവല്ല ഖബ്ദു റൂഹിഹി ഇല്ലല്ലാഹു തആല. ഏതുപോലെ ഇങ്ങനെയൊക്കെ പറയുന്ന ഹദീസുകൾ ഉണ്ടല്ലോ. ആരെങ്കിലും ആയത്തുൽ കുർസി 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ദായിമായിട്ട് പാരായണം ചെയ്തു പോരുകയാണെങ്കിൽ, അതാണ് അദ്മൻ എന്ന് പറഞ്ഞാൽ, ദായിമായിട്ട് പാരായണം ചെയ്ത് എല്ലാ 5 വക്ത് നിസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും നിസ്കരിക്കണ്ടേ, എല്ലാ ദിവസവും 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഇങ്ങനെ ഓതി ഒരാൾ പോരാണ് എന്നുണ്ടെങ്കിൽ അവന്റെ റൂഹ് ഫഇന്നഹു ലാ യതവല്ല ഖബ്ദു റൂഹി ഇല്ലല്ലാഹു തആല, അവന്റെ റൂഹ് അല്ലാഹു അല്ലാതെ പിടിക്കൂല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആ ഒരു പ്രത്യേക പരിഗണന അല്ലാഹു ഏറ്റെടുത്തു അവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു ഏറ്റെടുത്തു. അപ്പൊ അള്ളാഹ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണെന്ന് അറിയിക്കാനാണ് എന്നുള്ളത്.
അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ആശയവും മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ധാരാളം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇർഷാദ് സ്വാരിയിൽ മാത്രമൊന്നുമല്ല. ഇപ്പോൾ ഇങ്ങനെ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുന്നതിനെ പറ്റിയിട്ട് ജാമിഉ സഗീറിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ആ ജാമിഉ സഗീർ വിശദീകരിച്ചു കൊടുത്ത് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഫൈദുൽ ഖദീറിലും ഇതേ സംഭവം പറയുന്നുണ്ട്. അത് ഇർഷാദ് സ്വാരിനെ ഉദ്ധരിച്ചിട്ട് തന്നെ പറയുന്നു കേട്ടോ. ഇതിന്റെ 6-ാം വാള്യം ഇതിന്റെ 243-ാമത്തെ പേജിലായിട്ടും പറയുന്നുണ്ട്. കണ്ടോ, വറുവിയ അന്നമൻ അദ്മന ഖിറാഅത്ത് ആയത്തുൽ കുർസി അഖിബ കുല്ലി സലാത്തിൻ എന്ന് പറഞ്ഞാണ്ട് ആ സംഭവം ഇവിടെയും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമാം ദുമ്യാത്തി റഹിമഹുല്ലാ അവിടുത്തെ നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ ഇത് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കിതാബുകൾ ഇത് പറയുന്നുണ്ട്. നിഹായത്തുൽ അമലിന്റെ 2-ാം വാള്യം ഇതിന്റെ 349-ാമത്തെ പേജിലാണ് മൻ ധാവമ. ഇവിടെ അങ്ങനെ പറഞ്ഞത് മൻ ധാവമ അലാ ഖിറാഅത്തി ആയത്തുൽ കുർസി. ഒരാൾ ആയത്തുൽ കുർസി ദായിമായിട്ട് എന്നും പാരായണം ചെയ്ത് പോരുകയാണ്. എവിടെ? അഖിബ കുല്ലി സലാത്തിൻ തവല്ലല്ലാഹു ഖബ്ല റൂഹിഹി ബിനഫ്സിഹി. അങ്ങനെ അവിടെ കൊടുത്തത് അല്ലാഹു തആല അവന്റെ റൂഹിനെ നേരിട്ട് പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലും അതുപോലെ തന്നെ അള്ളാഹു അവനെ ഒന്ന് പരിഗണിച്ചു, അള്ളാഹു തആല അവന്റെ കാര്യം ഏറ്റെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആയതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി നിസ്കാരങ്ങൾക്ക് ശേഷം അത് ഓതുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. ഇത് ഒരു സംഭവമേ പറഞ്ഞുള്ളൂ. ധാരാളം ഒരുപാട് ഇങ്ങനെ സ്വർഗം കിട്ടുന്ന സംഭവങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന തന്നെയാണ്. പരമാവധി അതൊക്കെ നമ്മൾ ചെല്ലിപ്പോരുന്ന ഇപ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അങ്ങനെയൊക്കെയുള്ള 33 അതൊക്കെ പരമാവധി എടുത്തു പോരണം. ഇതൊന്നും ഒരു നിസാരവൽക്കരിച്ചുകൊണ്ടോ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു നെവർ മൈൻഡിലായിട്ട് തള്ളേണ്ട ഒന്നല്ല. കാരണം നമ്മൾ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത്, നമ്മൾ മരിക്കുന്ന സമയത്ത്, അങ്ങനെ ഖബറിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങളാണ് ദിവസങ്ങളായിട്ട്, അത് മാസങ്ങളായി, അത് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് പോരുമ്പം അത് വലിയൊരു സംഭവമായിട്ട് ഇങ്ങോട്ട് കിട്ടും. ആ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേക അള്ളാഹു തആല അവൻ്റെ കാര്യം ഏറ്റെടുക്കുക, അതിലൂടെ അവൻ സ്വർഗത്തിൽ കടക്കുക. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും ആ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ നമ്മൾ ആയുസ്സിൽ ചെയ്തു പോരുന്ന ഈ പ്രവർത്തനങ്ങൾ അതാണ് ദായിമായിക്കൊണ്ടല്ല, ഏതെങ്കിലും ഒരു ദിവസം ഒരു നിസ്കാരത്തിന്റെ ശേഷമല്ലല്ലോ. അതുകൊണ്ട് ഇത് പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ ധൃതി പിടിച്ചുകൊണ്ട് തിരക്കുണ്ടായിട്ട് ചിലപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയേക്കാം. അല്ലാഹു തആല പുറത്തേറ്റെ. അപ്പൊ ആയതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ സൂക്ഷിക്കുക. ഇത് എൻ്റെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജമാഅത്തിനായിട്ട് പോകുമ്പോൾ ഏറെക്കുറെ അവരൊക്കെ ചെല്ലിപ്പറച്ചിലൊക്കെ ഉണ്ടാവും. കാരണം നിസ്കാരം കഴിഞ്ഞാൽ പിന്നെന്താകും, ഈ പറയുന്ന കൂട്ടമായിക്കൊണ്ട് പ്രാർത്ഥനയും ദിക്റും സലാത്തും അതുപോലെ തന്നെ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുമ്പോൾ ആ കൂട്ടത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് ഏറെക്കുറെ ആളുകളും അങ്ങനെ ഇരുന്ന് ചെല്ലും. അതുപോലെ തന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾ, അതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകൾ വീടുകളിൽ നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ എണീറ്റ് ഇങ്ങനെ പോവുക എന്നല്ലാതെ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഈ പറയുന്ന ദിക്റുകളൊന്നും ചെല്ലാതെ പോയാൽ ഇതിനാൽ കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടൂല എന്നുള്ളത്. അതായത് അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തു, അവന്റെ റൂഹ് നേരിട്ട് അള്ളാഹു വിളിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ മരണമല്ലാത്തൊരു കാര്യവും അവനെ തടയില സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് എന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതിയേ മതിയാകൂ. അപ്പൊ അത് ഓതിയ ആളുകൾക്കല്ലേ അത് കിട്ടുള്ളൂ, അത് ഓതാത്തവർക്ക് കിട്ടൂല. പിന്നെ എവിടെങ്കിലും എപ്പോഴെങ്കിലും തോന്നുമസല്ലി ആയിക്കൊണ്ട് ഒരു ആയത്തുൽ കുർസി ഓതിയുകൊണ്ട് ഈ പറയുന്ന സംഗതിയിലാവുമോ? കാരണം എൻ്റെ ദാവമ എന്നൊക്കെ പറഞ്ഞാൽ ദായിമായിക്കൊണ്ട് നിത്യമായിക്കൊണ്ട് എന്നാണ്. അതുകൊണ്ട് ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് തന്നെയാണ്, പുരുഷന്മാർക്കും സുന്നത്താണ്, കുട്ടികൾക്കും സുന്നത്താണ്, എല്ലാവർക്കും സുന്നത്താണ്. ആരെയും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെല്ലാനും പറയാനുള്ള സമയം നമ്മൾ കണ്ടെടുത്തി അതിനുള്ള ക്ഷമ. ഇപ്പൊ നിസ്കാരം കഴിഞ്ഞ ക്ഷമയില്ല. ഒന്നാമത്തെ സലാം വിട്ടുമ്പോഴേക്ക് എണീറ്റ് പോകുന്ന ഒരു പ്രകൃതിയിൽ, രണ്ടാമത്തെ സലാം വിട്ടുമ്പോഴേക്ക് ചില ആളുകൾ റോട്ടിലെത്തുന്ന ഒരു പ്രകൃതിയിൽ, ആ ഒരു രൂപത്തിലാവാതെ പരമാവധി നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ആ ദിക്റും ചെല്ലിപ്പറച്ചിലും ഒക്കെ പരമാവധി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും അതല്ല ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും പ്രത്യേകിച്ച് ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കാരണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.